നമസ്കാരം, ജജീഷ് തോമസ് ആണ് ഇവിടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ ചാനലിലേക്ക് സ്വാഗതം. ഏകദേശം സൂര്യനെ പോലെ മാസുള്ള ഒരു നക്ഷത്രം അതിൻ്റെ ജീവിതം അവസാനിക്കുമ്പോൾ ഒരു റെഡ് ജയൻ്റായി മാറുന്നു. ആ നക്ഷത്രത്തിൻ്റെ കോർ ഒരു വൈറ്റ് ഡ്വാർഫ് ആയും മാറുന്നു. വിദൂര ഭാവിയിൽ കോടാനുകോടി വർഷങ്ങൾക്ക് ശേഷം വൈറ്റ് ഡ്വാർഫ് ഒരു ബ്ലാക്ക് ഡ്വാർഫ് ആയും മാറുന്നു. നമുക്കിന്ന് റെഡ് ജയൻ്റ് എന്താണ്, വൈറ്റ് ഡ്വാർഫ് എന്താണ്, ബ്ലാക്ക് ഡ്വാർഫ് എന്താണ് എന്ന് നോക്കാം. നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നക്ഷത്രങ്ങളുടെ ജനനം മുതൽ മരണം വരെ എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കിയിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒരു പ്രാവശ്യം കണ്ടു നോക്കുക. നക്ഷത്രങ്ങളുടെ ജീവിതാവസാനത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് രണ്ട് എക്സ്ട്രീം ലെവലിൽ നിന്ന് ചിന്തിക്കേണ്ടി വരും. ഒന്ന് ആസ്ട്രോണമി ലെവലിൽ, അതായത് ഭീമാകാരങ്ങളായ നക്ഷത്രങ്ങളുടെ വലുപ്പത്തിൻ്റെ ലെവലിൽ. രണ്ട് ക്വാണ്ടം ലെവലിൽ, അതായത് പ്രപഞ്ചത്തിലെ ഏറ്റവും ചെറിയ കണികകളിൽ ഒന്നായ ഇലക്ട്രോണുകളുടെ വലുപ്പത്തിൻ്റെ ലെവലിൽ. ഒരു നക്ഷത്രത്തിൻ്റെ കോർ എന്ന് പറയുന്നത് വളരെയധികം ചൂടുള്ള തെർമോന്യൂക്ലിയർ ഫ്യൂഷൻ നടന്നുകൊണ്ടിരിക്കുന്ന നക്ഷത്രത്തിൻ്റെ കേന്ദ്രഭാഗമാണ്. കോറിന് വെളിയിലുള്ള നക്ഷത്രത്തിൻ്റെ പുറം ഭാഗങ്ങളെ ഷെല്ലുകൾ എന്നും വിളിക്കുന്നു. തെർമോന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്നത് വളരെയധികം ഉയർന്ന ചൂടിലും വളരെയധികം ഉയർന്ന പ്രഷറിലും ഭാരം കുറഞ്ഞ മൂലകങ്ങളുടെ ആറ്റങ്ങളുടെ ഉള്ളിലെ ന്യൂക്ലിയസുകൾ കൂടിച്ചേർന്ന് ഭാരം കൂടിയ ന്യൂക്ലിയസ് ഉണ്ടാകുന്ന പ്രക്രിയയാണ്. തെർമോന്യൂക്ലിയർ ഫ്യൂഷൻ നടക്കുമ്പോൾ കൂടെ അപാരമായ ഊർജവും ഉണ്ടാകുന്നു. നക്ഷത്രങ്ങളുടെ ജീവിതം അവസാനിക്കുമ്പോൾ പ്രധാനമായും 3 രീതിയിലേക്കാണ് നക്ഷത്രങ്ങൾ മാറുക. 1 റെഡ് ജയന്റ്, 2 ന്യൂട്രോൺ സ്റ്റാർ, 3 ബ്ലാക്ക് ഹോൾ. ഒരു നക്ഷത്രം അതിൻ്റെ ജീവിതം അവസാനിക്കുമ്പോൾ ഇതിൽ എന്തായി മാറും എന്ന് തീരുമാനിക്കുന്നത് ആ നക്ഷത്രത്തിൻ്റെ മാസിനെ അനുസരിച്ചാണ്. ഇവിടെ മാസ് എന്ന് പറയുന്നത് ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന പദാർത്ഥത്തിൻ്റെ അളവിനെയാണ്. മാസ് ഈസ് ദ എമൗണ്ട് ഓഫ് മാറ്റർ കണ്ടെയ്ൻഡ് വിത്തിൻ ആൻ ഒബ്ജക്റ്റ്. നമ്മൾ സൂര്യൻ്റെ മാസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 0.3 മുതൽ 8 മടങ്ങ് വരെ സോളാർ മാസുള്ള നക്ഷത്രങ്ങൾ ജീവിതം അവസാനിക്കാറാവുമ്പോൾ തെർമോന്യൂക്ലിയർ ഫ്യൂഷൻ നടക്കാൻ ആവശ്യമായ ഇന്ധനം തീർന്ന് കോർ ഒരു വൈറ്റ് ഡ്വാർഫായി മാറും. പിന്നെയും കോടാനുകോടി വർഷങ്ങൾ കഴിഞ്ഞ് വൈറ്റ് ഡ്വാർഫ് ഒരു ബ്ലാക്ക് ഡ്വാർഫ് ആയി മാറും. അതേസമയം കോറിൻ്റെ പുറംഭാഗങ്ങളായ ഷെല്ലുകൾ അതിഭീമമായി വികസിച്ച് ഒരു റെഡ് ജയൻ്റായും മാറുന്നു. വീണ്ടും കോടാനുകോടി വർഷങ്ങൾ കഴിയുമ്പോൾ റെഡ് ജയന്റ് പിന്നെയും വികസിച്ച് ഒരു പ്ലാനറ്ററി നെബുല ആയി മാറുന്നു. നമ്മുടെ സൂര്യൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഏകദേശം 500 കോടി വർഷങ്ങൾക്ക് ശേഷം സൂര്യൻ ഒരു റെഡ് ജയൻ്റായി മാറുമ്പോൾ സൂര്യൻ്റെ പുറംപാളിയായ ഷെല്ലുകൾ വികസിച്ച് നമ്മുടെ ഭൂമി വരെ എത്തും എന്നാണ് കരുതപ്പെടുന്നത്. 2 സൂര്യനേക്കാൾ ഏകദേശം 8 മുതൽ 20 മുകളിൽ വരെ മടങ്ങ് മാസുള്ള നക്ഷത്രങ്ങൾ തെർമോന്യൂക്ലിയർ ഫ്യൂഷൻ നിലയ്ക്കുമ്പോൾ ന്യൂട്രോൺ സ്റ്റാറുകളായി മാറുന്നു. 3 സൂര്യനേക്കാൾ ഏകദേശം 20 കൂടുതൽ മടങ്ങ് മാസുള്ള നക്ഷത്രങ്ങൾ തെർമോന്യൂക്ലിയർ ഫ്യൂഷൻ നിലയ്ക്കുമ്പോൾ ബ്ലാക്ക് ഹോളുകളായി മാറുന്നു. താങ്കൾ ഇതുവരെ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ താങ്കൾ ഈ പ്രപഞ്ചം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് അറിയാൻ താല്പര്യമുള്ള വ്യക്തിയാണ്. വളരെയധികം സമയം ചെലവിട്ടാണ് ഞാൻ ഓരോ വീഡിയോയും ചെയ്യുന്നത്. താങ്കളുടെ ഓരോ ഇൻട്രാക്ഷനും വളരെ വിലപ്പെട്ടതാണ്. അത് പ്രപഞ്ചത്തെക്കുറിച്ച് കൂടുതൽ വീഡിയോകൾ ചെയ്യാൻ എനിക്ക് പ്രചോദനമാണ്. പ്രപഞ്ചത്തെക്കുറിച്ചുള്ള കൂടുതൽ വീഡിയോകൾ ലഭിക്കാൻ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പ്രധാനമായും 2 ഫോഴ്സുകളാണ് നക്ഷത്രങ്ങളെ സ്ഥിരതയുള്ളതായി നിലനിർത്തുന്നത്. 1 ഗ്രാവിറ്റിയുടെ ഫോഴ്സ്, 2 തെർമോന്യൂക്ലിയർ ഫ്യൂഷൻ കാരണം ലഭിക്കുന്ന ഫോഴ്സ്. ഗ്രാവിറ്റിയുടെ ബലം നക്ഷത്രത്തെ ഞെരിച്ച് അമർത്തുകയാണ് ചെയ്യുന്നത്. ഗ്രാവിറ്റിയുടെ ഞെരിച്ചമർത്തുന്ന ബലത്തെ എതിർത്ത് അകത്തുനിന്നും പുറത്തേക്ക് പ്രവഹിക്കുന്ന ബലം തെർമോന്യൂക്ലിയർ ഫ്യൂഷൻ കാരണം ലഭിക്കുന്ന ഊർജ്ജമാണ്. ഒരു യുദ്ധമാണ് നക്ഷത്രങ്ങളുടെ ഉള്ളിൽ നടക്കുന്നത്, ഗ്രാവിറ്റിയും തെർമോന്യൂക്ലിയർ ഫ്യൂഷനും തമ്മിലുള്ള യുദ്ധം. ഒരു കാര്യം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഗ്രാവിറ്റി പ്രപഞ്ചം മുഴുവൻ ഇപ്പോഴും എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പ്രപഞ്ചം മുഴുവൻ ഗ്രാവിറ്റിയുടെ പിടിയിലാണ്. നമ്മൾ എല്ലാവരും ഗ്രാവിറ്റിയുടെ പിടിയിലാണ്. ഗ്രാവിറ്റിക്ക് പ്രവർത്തിക്കാൻ ഇന്ധനത്തിൻ്റെ ആവശ്യമില്ല. പക്ഷേ തെർമോന്യൂക്ലിയർ ഫ്യൂഷൻ നടക്കാൻ ഇന്ധനം ആവശ്യമുണ്ട്. ഇന്ധനം ഭാവിയിൽ എന്തെങ്കിലും എരിഞ്ഞു തീരും. അപ്പോൾ ഗ്രാവിറ്റിയും തെർമോന്യൂക്ലിയർ ഫ്യൂഷനും തമ്മിലുള്ള യുദ്ധത്തിൽ ആത്യന്തികമായ വിജയം ഗ്രാവിറ്റിക്കാണ്. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. നക്ഷത്രങ്ങളുടെ മാസും നക്ഷത്രങ്ങളുടെ ഉള്ളിലെ ചൂടും പ്രഷറും തമ്മിൽ ബന്ധമുണ്ട്. കൂടുതൽ മാസുള്ള നക്ഷത്രങ്ങൾക്ക് കൂടുതൽ ഗ്രാവിറ്റി ഉണ്ടാകും. ഗ്രാവിറ്റി കൂടുതലുണ്ടെങ്കിൽ അത് നക്ഷത്രത്തിനെ കൂടുതൽ ബലത്തിൽ ഞെരിച്ചമർത്തും. അപ്പോൾ കൂടുതൽ മാസുള്ള നക്ഷത്രങ്ങളുടെ ഉള്ളിലെ ചൂടും പ്രഷറും മാസ് അനുസരിച്ച് കൂടും. നമ്മൾ മുൻപ് പറഞ്ഞല്ലോ, നക്ഷത്രങ്ങളുടെ ഉള്ളിൽ തെർമോന്യൂക്ലിയർ ഫ്യൂഷനാണ് നടക്കുന്നത്. അതായത് വളരെയധികം ഉയർന്ന ചൂടിലും വളരെയധികം ഉയർന്ന പ്രഷറിലും ഭാരം കുറഞ്ഞ അറ്റോമിക് ന്യൂക്ലിയസുകൾ കൂടിച്ചേർന്ന് ഭാരം കൂടിയ ന്യൂക്ലിയസ് ഉണ്ടാകുന്ന പ്രക്രിയ. ഒരു ഉദാഹരണം പറഞ്ഞാൽ 4 ഹൈഡ്രജൻ ന്യൂക്ലിയസുകൾ കൂടിച്ചേർന്ന് ഹീലിയം ന്യൂക്ലിയസ് ഉണ്ടാകുന്നു. അതിൻ്റെ കൂടെ അപാരമായ ഊർജവും ഉണ്ടാകുന്നു.
നമ്മുടെ നക്ഷത്രമായ സൂര്യനിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത് തെർമോന്യൂക്ലിയർ ഫ്യൂഷൻ കാരണം ഉണ്ടാകുന്ന ഊർജ്ജമാണ്. തെർമോന്യൂക്ലിയർ ഫ്യൂഷൻ കാരണം ഊർജ്ജം ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നക്ഷത്രങ്ങളെ മെയിൻ സീക്വൻസ് സ്റ്റാർ എന്നാണ് വിളിക്കുന്നത്. സൂര്യനേക്കാൾ വളരെയധികം മാസ് ഉള്ള നക്ഷത്രങ്ങളിൽ പീരിയോഡിക് ടേബിളിലെ ആദ്യത്തെ എലിമെൻ്റായ ഹൈഡ്രജൻ ഫ്യൂസായി ഹീലിയമായി മാറിയാണ് തെർമോന്യൂക്ലിയർ ഫ്യൂഷൻ തുടങ്ങുന്നത്. കോടാനുകോടി വർഷങ്ങൾക്ക് ശേഷം ഹീലിയത്തിൻ്റെ തെർമോന്യൂക്ലിയർ ഫ്യൂഷൻ തുടങ്ങുന്നു. ഹീലിയം ഫ്യൂസായി കാർബണും ഓക്സിജനുമായി മാറുന്നു. പിന്നെ കാർബൺ ഫ്യൂഷൻ തുടങ്ങുന്നു. അത് കഴിഞ്ഞ് ഓക്സിജൻ ഫ്യൂഷൻ തുടങ്ങുന്നു. പിന്നെ നിയോൺ, മഗ്നീഷ്യം, സിലിക്കൺ എന്നിവയുടെ ഫ്യൂഷൻ നടക്കുന്നു. അവസാനം നക്ഷത്രങ്ങളുടെ കോറിനുള്ളിലെ ഫ്യൂഷൻ ഇരുമ്പിൽ, അയണിൽ എത്തുന്നു. കോടാനുകോടി വർഷങ്ങൾക്ക് ശേഷമാണ് ഈ മാറ്റങ്ങളെല്ലാം സംഭവിക്കുന്നത്. ഇരുമ്പിന് ഒരു പ്രത്യേകതയുണ്ട്. ഇരുമ്പ് ഫ്യൂസ് ചെയ്ത് ഊർജ്ജം ഉണ്ടാക്കാൻ സാധിക്കില്ല. അങ്ങനെ നക്ഷത്രങ്ങളുടെ ഊർജ്ജ ഉൽപ്പാദനം നിലയ്ക്കുന്നു. ഗ്രാവിറ്റിയെ എതിർത്ത് നക്ഷത്രങ്ങളെ സ്റ്റേബിളായി പിടിച്ചു നിർത്താൻ ആവശ്യമായ ഊർജ്ജം നിലയ്ക്കുന്നു. അപ്പോൾ ആ വളരെയധികം മാസുള്ള നക്ഷത്രങ്ങൾ സൂപ്പർനോവ എന്ന പ്രപഞ്ചത്തിലെ ഏറ്റവും ഭയാനകമായ ഒരു പൊട്ടിത്തെറിയിലൂടെ ന്യൂട്രോൺ സ്റ്റാറുകളായോ ബ്ലാക്ക് ഹോളുകളായോ മാറുന്നു. പക്ഷേ മാസ് കുറഞ്ഞ നക്ഷത്രമായ നമ്മുടെ സൂര്യനിൽ ഇത് അയൺ വരെ എത്തില്ല. കാരണം മാസ് കുറവായതിനാൽ ആ നിലയിലെത്താനുള്ള ചൂട് ഗ്രാവിറ്റി കാരണം സൂര്യൻ്റെ ഉള്ളിൽ ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ സൂര്യൻ്റെ തെർമോന്യൂക്ലിയർ ഫ്യൂഷൻ നിലയ്ക്കുമ്പോൾ ഒരു ന്യൂട്രോൺ സ്റ്റാറോ ബ്ലാക്ക് ഹോളോ ആയി മാറില്ല. ഏകദേശം 500 കോടി വർഷങ്ങൾ കഴിഞ്ഞ് സൂര്യൻ ഒരു റെഡ് ജയൻ്റായി ആണ് മാറുക. സൂര്യൻ്റെ കോറിനുള്ളിലെ ഹീലിയം എല്ലാം ഫ്യൂസായി കാർബണും ഓക്സിജനുമായി മാറി കോറിനുള്ളിലെ ഹീലിയം തീരുമ്പോൾ തെർമോന്യൂക്ലിയർ ഫ്യൂഷൻ നിലയ്ക്കുന്നു. തെർമോന്യൂക്ലിയർ ഫ്യൂഷൻ നിലയ്ക്കുമ്പോൾ ഞൊടിയിടയിൽ ഗ്രാവിറ്റിയുടെ ബലം അതികഠിനമായി സൂര്യൻ്റെ കോറിനെ ഞെരിച്ച് അമർത്തുവാൻ ആരംഭിക്കുന്നു. അപ്പോഴും സൂര്യൻ്റെ കോറിന് വെളിയിലെ പുറംപാളികളായ ഷെല്ലുകളിൽ തെർമോന്യൂക്ലിയർ ഫ്യൂഷൻ തുടർന്നേക്കാം. ഇപ്പോഴാണ് നമുക്ക് ക്വാണ്ടം ലെവലിൽ പോയി നോക്കേണ്ടത്. പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളെയും ആറ്റം എന്ന കണിക വച്ചാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ആറ്റത്തിനുള്ളിൽ കേന്ദ്രത്തിലായി ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിൽ പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോൺ, ചാർജ് ഒന്നുമില്ലാത്ത ന്യൂട്രോൺ എന്നീ കണികകളാണ് ഉള്ളത്. ന്യൂക്ലിയസിന് വെളിയിലായി ദൂരത്തിൽ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിനെ കേന്ദ്രീകരിച്ച് ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇലക്ട്രോണുകൾ വിവിധ എനർജി ലെവലുകളിലുള്ള ഷെല്ലുകളിലാണ് ന്യൂക്ലിയസിന് ചുറ്റും ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ന്യൂക്ലിയസിന് അടുത്തുള്ള ഷെല്ലാണ് ഏറ്റവും കുറഞ്ഞ എനർജി ലെവലുള്ള ഷെൽ, ലോ എനർജി ലെവൽ ഷെൽ. ന്യൂക്ലിയസിൽ നിന്നും ദൂരം കൂടിയ ഷെല്ലുകൾ ഹൈ എനർജി ലെവൽ ഷെല്ലുകൾ ആണ്. ഇന്ധനം തീർന്ന് ഗ്രാവിറ്റിയുടെ അതികഠിനമായ ബലം സൂര്യൻ്റെ കോറിനുള്ളിലെ ആറ്റങ്ങളെ ഞെരിച്ച് അമർത്തുമ്പോൾ ആദ്യം ആറ്റങ്ങൾ തമ്മിലുള്ള അകലം കുറയുന്നു. കോറിലെ ആറ്റങ്ങൾ തമ്മിലുള്ള അകലം കുറയുമ്പോൾ കോറിൻ്റെ ഡെൻസിറ്റി, സാന്ദ്രത കൂടുന്നു. പിന്നെ ഇലക്ട്രോണുകളെയാണ് ഗ്രാവിറ്റി ഞെരിച്ചമർത്തുന്നത്. ഗ്രാവിറ്റി ന്യൂക്ലിയസിന് ദൂരെയുള്ള ഇലക്ട്രോണുകളെ ഞെരിച്ചമർത്തി ന്യൂക്ലിയസിനോട് ഏറ്റവും അടുത്തുള്ള ലോ എനർജി ലെവൽ ഷെല്ലുകളിലേക്ക് അടുപ്പിക്കുന്നു. അപ്പോൾ ഇലക്ട്രോണുകൾ വളരെയധികം കംപ്രസ്ഡ് ആയി ഡെൻസിറ്റി, സാന്ദ്രത വളരെയേറെ കൂടിയ അവസ്ഥയിൽ ആയി മാറുന്നു. വളരെയധികം ഡെൻസിറ്റി കൂടിയ സൂര്യൻ്റെ കോറിൻ്റെ ഈ അവസ്ഥ പുറമേ നിന്നുള്ള ഗ്രാവിറ്റിയുടെ കൂടുതൽ ഞെരിച്ചമർത്തലിനെ തടയുന്നു. ഈ അവസ്ഥയ്ക്ക് ഫിസിക്സ് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കൽ ടേം ഉണ്ട്, ഇലക്ട്രോൺ ഡീജനറസി പ്രഷർ. ഇലക്ട്രോൺ ഡീജനറസി പ്രഷർ എന്താണ് എന്ന് ചോദിച്ചാൽ ഏറ്റവും ലളിതമായ മറുപടി ഈ പറയുന്നതാണ്. ഗ്രാവിറ്റി സൂര്യൻ്റെ കോറിലെ ആറ്റങ്ങളെ ഞെരിച്ചമർത്തുമ്പോൾ ഇലക്ട്രോണുകൾ പരസ്പരം അടുക്കേണ്ടതായി വരുന്നു. അടിസ്ഥാനപരമായി ഇലക്ട്രോണുകൾക്ക് പരസ്പരം ഇഷ്ടമല്ല. അതുകൊണ്ട് ഇലക്ട്രോണുകൾക്ക് ഒന്നിച്ചിരിക്കാൻ താല്പര്യമില്ല. ഇതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഇലക്ട്രോണുകൾക്ക് നെഗറ്റീവ് ചാർജാണ് ഉള്ളത്. 2 നെഗറ്റീവ് ചാർജുള്ള കണികകളെ അടുപ്പിച്ച് കൊണ്ടുവന്നാൽ അവർ അകലാൻ ശ്രമിക്കും. 2, പൗളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ 2 ഇലക്ട്രോണുകൾക്ക് ഒരേ ക്വാണ്ടം സ്റ്റേറ്റിലോ ഒരേ സ്ഥാനത്തോ ആയിരിക്കാൻ സാധ്യമല്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഞെരിഞ്ഞമർന്ന അവസ്ഥയിൽ ഇലക്ട്രോണുകൾക്ക് വളരെ വലിയ മൊമെന്റം ലഭിക്കുന്നു. ഇലക്ട്രോണുകൾ ഉള്ള സ്ഥലത്തിൽ വളരെ വേഗത്തിൽ നീങ്ങാൻ തുടങ്ങുന്നു. ഇത് ഗ്രാവിറ്റിയുടെ കൂടുതലായുള്ള ഞെരിച്ചമർത്തൽ തടഞ്ഞ് നക്ഷത്ര കോറിൻ്റെ കൊളാപ്സ് തടയുന്നു. ഗ്രാവിറ്റിയുടെ ഉള്ളിലേക്കുള്ള ഞെരിച്ചമർത്തൽ തടഞ്ഞ് കംപ്രസ് ആയിരിക്കുന്ന ഇലക്ട്രോണുകൾ വെളിയിലേക്ക് കൊടുക്കുന്ന പ്രഷറിനെയാണ് ഇലക്ട്രോൺ ഡീജനറസി പ്രഷർ എന്ന് വിളിക്കുന്നത്. ഗ്രാവിറ്റിയുടെ അതികഠിനമായ ഞെരിച്ചമർത്തലിനെ തടഞ്ഞ് ഇലക്ട്രോൺ ഡീജനറസി പ്രഷർ സ്റ്റാറിൻ്റെ കോറിനെ സ്ഥിരതയുള്ള ഒരു ഗോളമായി നിലനിർത്തുന്നു. അങ്ങനെ ഗ്രാവിറ്റി കാരണം കോർ വളരെയധികം ചുരുങ്ങി വളരെയധികം ഡെൻസിറ്റിയും വളരെയധികം ചൂടുമുള്ള നീല കലർന്ന വെളുത്ത നിറത്തിലുള്ള തിളങ്ങുന്ന ഗോളമായി മാറുന്നു. ഇതിനെയാണ് വൈറ്റ് ഡ്വാർഫ് എന്ന് വിളിക്കുന്നത്. ഒരു വൈറ്റ് ഡ്വാർഫിൻ്റെ വെളിയിലെ സർഫസിന് 4000 കെൽവിൻ മുതൽ 1,00,000 കെൽവിൻ വരെ ചൂടുണ്ടായേക്കാം. വളരെയധികം ചൂടുള്ളതുകൊണ്ടാണ് ഒരു വൈറ്റ് ഡ്വാർഫിന് നീല കലർന്ന വെള്ള കളർ ലഭിക്കുന്നത്.
പിന്നെയും കോടാനുകോടി വർഷങ്ങൾ കഴിയുമ്പോൾ വൈറ്റ് ഡ്വാർഫ് തണുക്കാൻ തുടങ്ങുന്നു. പതുക്കെ പതുക്കെ തണുത്തുറഞ്ഞ് റേഡിയേഷൻ പുറപ്പെടുവിക്കാൻ സാധിക്കാത്ത വിധം വൈറ്റ് ഡ്വാർഫ് മാറുന്നു. ഈ അവസ്ഥയിലുള്ള വൈറ്റ് ഡ്വാർഫിനെ ബ്ലാക്ക് ഡ്വാർഫ് എന്ന് വിളിക്കുന്നു. അതിവിദൂര ഭാവിയിലാണ് ഇത് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രപഞ്ചത്തിൽ ബ്ലാക്ക് ഡ്വാർഫ് നക്ഷത്രങ്ങൾ ഇല്ല എന്ന് കരുതപ്പെടുന്നു. നമ്മൾ ഇതുവരെ സംസാരിച്ചത് നക്ഷത്രത്തിന്റെ കേന്ദ്രഭാഗമായ കോറിനെക്കുറിച്ചാണ്. അതേസമയം കോറിന്റെ മരണം കഴിഞ്ഞും കോറിന്റെ പുറംപാളികളായ ഷെല്ലുകളിൽ തെർമോന്യൂക്ലിയർ ഫ്യൂഷൻ നടക്കുന്നുണ്ടാകാം. പതുക്കെ പതുക്കെ ഷെല്ലുകൾ വികസിക്കാൻ തുടങ്ങുന്നു. ഷെല്ലുകളിലെ തെർമോന്യൂക്ലിയർ ഫ്യൂഷൻ നിലയ്ക്കുന്നു. ഇങ്ങനെയുള്ള അവസ്ഥയിൽ ആയ നക്ഷത്രത്തിനെയാണ് റെഡ് ജയന്റ് എന്ന് വിളിക്കുന്നത്. സൂര്യൻ തന്റെ അവസാന കാലത്ത് ഒരു റെഡ് ജയന്റായി മാറുമ്പോൾ വികസിച്ച് ഭൂമിയുടെ ഓർബിറ്റ് വരെ എത്തും എന്നാണ് കരുതപ്പെടുന്നത്. വികസിച്ചു വരുമ്പോൾ ഷെല്ലിന്റെ ടെമ്പറേച്ചറും കുറഞ്ഞു വരുന്നു. ഒരു റെഡ് ജയന്റിന്റെ സർഫസ് ടെമ്പറേച്ചർ താരതമ്യേന വൈറ്റ് ഡ്വാർഫിനേക്കാൾ വളരെ കുറവാണ്. ഇത് ഏകദേശം 3000 കെൽവിൻ മുതൽ 5000 കെൽവിൻ വരെയാണ് എന്നാണ് കരുതപ്പെടുന്നത്. ഈ കുറഞ്ഞ ടെമ്പറേച്ചറാണ് ഒരു റെഡ് ജയന്റിന് റെഡിഷ് ഓറഞ്ച് കളർ നൽകുന്നത്. പിന്നെയും കാലം കഴിയുമ്പോൾ റെഡ് ജയന്റ് ഒരു പ്ലാനറ്ററി നെബുലയായി മാറുന്നു. ഒരു റെഡ് ജയന്റ് നക്ഷത്രത്തിൽ നിന്ന് അതിന്റെ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ പുറന്തള്ളുന്ന വികസിക്കുന്നതും തിളങ്ങുന്നതുമായ വാതക ഷെല്ലാണ് പ്ലാനറ്ററി നെബുല. പേരിൽ പ്ലാനറ്റ് ഉണ്ടെങ്കിലും പ്ലാനറ്റുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല. റെഡ് ജയന്റിനുള്ളിലെ വളരെയധികം ചൂടുള്ള വൈറ്റ് ഡ്വാർഫിൽ നിന്ന് വരുന്ന അൾട്രാ വയലറ്റ് രശ്മികളാണ് പ്ലാനറ്ററി നെബുലയെ അതിമനോഹരമായി പ്രകാശിപ്പിക്കുന്നത്. ഈ കാണുന്നത് അതിമനോഹരമായ ഒരു പ്ലാനറ്ററി നെബുലയുടെ ഇമേജാണ്. നമ്മൾ ഇന്ന് ചിന്തിച്ച റെഡ് ജയന്റ്, വൈറ്റ് ഡ്വാർഫ്, ബ്ലാക്ക് ഡ്വാർഫ് എന്നീ കൺസെപ്റ്റുകൾ എല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വേറൊരു ഫിസിക്സ് കൺസെപ്റ്റുമായി വീണ്ടും വരാം. ബൈ.